ഹായ്, ഇത് ഫൈനൽ BSc-യിൽ നിങ്ങൾ ഈ വർഷം ഇരിക്കേണ്ടിയിരുന്ന ക്ലാസ് റൂമാണ്. അപ്പോൾ നമ്മളൊരു പേപ്പറിൻ്റെ പകുതിയോളം തീർന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ ചെറിയൊരു 2 പോയിന്റ്സ് ബാക്കിയുണ്ട്. അപ്പോൾ അതേ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് അസൈൻമെൻറ്റ് പ്രോബ്ലംസ് ഒന്നും തന്നെ തരുന്നില്ല. കാരണം ഈ സെക്ഷനിൽ നിന്ന് എക്സാമിനേഷന് കാര്യമായി ഒന്നും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി ബാക്കിയുള്ളത് 2 ചെറിയ ടോപ്പിക്സാണ്. One is total differential and second is differentiability. Of two variable functions. This topic is total differential. Definition okay, if we move from x0 y0 to x0 plus dx y0 plus dy, അതായത് x ഉണ്ടാവുന്ന ചെറിയൊരു ചേഞ്ചാണ് dx, y ഉണ്ടാവുന്ന ചെറിയ ചേഞ്ചാണ് dy എങ്കിൽ the total function f ഉണ്ടാവുന്ന ചെറിയ ചേഞ്ച് df is approximately fx into dx plus fy into dy എന്ന് എഴുതാം. നമ്മൾ ലീനിയറൈസേഷൻ്റെ കേസിൽ ഇതേപോലെ അപ്രോക്സിമേറ്റ് ചെയ്തതാണ്. ഇതിനെയാണ് ടോട്ടൽ ഡിഫറൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇതേ കാര്യം നമ്മൾ വൺ വേരിയബിളിൻ്റെ കേസിലും ഡീൽ ചെയ്തിട്ടുള്ളതാണ്. വൺ വേരിയബിളിൻ്റെ കേസിൽ df is equal to അല്ലെങ്കിൽ dy is equal to അങ്ങനെ തന്നെ അവിടെ എഴുതാം. കാരണം y is equal to f of x എന്നല്ലേ ഫംഗ്ഷൻ, അങ്ങനെ തന്നെ വേണമെങ്കിൽ എഴുതാം. dy is equal to f dash at that point, അത് x മാത്രമല്ലേ ഉള്ളൂ വേരിയബിൾ, into dx. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ dy is equal to dy by dx into dx ആണ്. അപ്പോൾ അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തതാണ് ഇവിടെ എന്നുള്ളത് മനസ്സിലാക്കുക. So df is equal to fx at the point x0 y0 into dx plus fy at the point x0 y0 into dy. ഇതേപോലെ 3 വേരിയബിളിൻ്റെ കേസിൽ വരുമ്പോൾ ഇങ്ങനെ വരും. df is equal to fx at x0 y0 z0. അവിടെ പോയിന്റ് വരും, 3 വേരിയബിൾസ് ഇല്ലേ, fx വരും, fy വരും, fz വരും, dx dy dz. ഇനി എന്ത് റിലേറ്റീവ് എറർ, ആ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്തു. സോ ദ എറർ df അല്ലെങ്കിൽ ദ ചേഞ്ച് df ഡിവൈഡഡ് ബൈ ദ ഒറിജിനൽ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ, അതാണ് റിലേറ്റീവ് എറർ. വാട്ട് ഈസ് പെർസെൻറ്റേജ് എറർ? എറർ ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100. അല്ലെങ്കിൽ നമ്മൾ ദ ചേഞ്ച് അപ്രോക്സിമേറ്റ് ചേഞ്ച് ഡിവൈഡഡ് ബൈ ചേഞ്ച് ആണ് അത്, എറർ എന്നുള്ളതിനെ നമുക്ക് ചേഞ്ച് എന്ന് പറയും. Approximate change df divided by the original value into 100, that is percentage error. ഈ എക്സാമ്പിൾ നോക്കാം. ഇവിടെ t is found by the formula t is equal to x into e raised to y plus e raised to minus y, where x and y are found to be 2 and log 2 with the maximum possible errors. അപ്പോൾ മെഷർ ചെയ്ത സമയത്ത് എക്സിൻ്റെ വാല്യൂ 2 ആണ് കിട്ടിയത്, വൈയുടെ വാല്യൂ log 2 ആണ് കിട്ടിയത്. പക്ഷെ ആ എക്സും വൈയും മെഷർ ചെയ്തതിൽ തന്നെ എറർ വന്നിട്ടുണ്ട്. 0.1 എറർ മീൻസ് എക്സിൽ ഉണ്ടാകാവുന്ന ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ മോഡ് ഡി എക്സ് 0.1 ആണ്, മോഡ് ഡി വൈ 0.02 ആണ്. അങ്ങനെയാണെങ്കിൽ ദ കറസ്പോണ്ടിങ് ടിയിൽ ഉണ്ടാവുന്ന എറർ ആണ് നമുക്ക് വേണ്ടത്. ആ ടിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്നാണ് ഡി ടി ഈസ് ഈക്വൽ ടു നമ്മൾ പറയും tx, എഫ് മാറി ടി ആയല്ലോ, tx at the പോയിന്റ് ഇവിടെ 2 log 2 ആണ്, into dx plus ty at the point 2 log 2 into dy എന്ന് പറയാം. അപ്പോൾ ഇവിടെ tx ഉം dy ഉം വേണ്ടി വരും. സോ tx is partial derivative with respect to x അല്ലേ, സോ e raised to y plus e raised to y. അതുപോലെ ty is x പുറത്ത് e raised to y minus e raised to minus y. Okay, so dt is equal to tx at the point 2 log 2 ആണ്. So e raised to log 2 plus e raised to minus log 2 വരും into dx
plus dy is x into x ന്റെ വാല്യൂ 2 ആണ്. So 2 into e raised to log 2 minus e raised to minus log 2 dy. E raised to log 2 is 2. E raised to minus log 2 എന്നുള്ള e raised to log 1 by 2 എന്ന് എഴുതാം. So this is 2 plus 1 by 2 dx plus 2 into 2 minus 1 by 2 dy. And dx into dy യുടെയും modulus values തന്നിട്ടുണ്ട്. So dt യുടെ modulus is less than or equal to 2 plus 1 by 2 is 3 by 2. So 3 by 2 into mod dx plus 2 minus 1 by 2 is 2 plus 1 by 2 is 5 by 2. So 5 by 2 into mod dx plus 2 minus 1 by 2 is 3 by 2 into 2 വരുമ്പോൾ 2 cut ചെയ്ത് 3 times mod dy. So that implies mod dt is less than or equal to 5 by 2 into 0.1. So 5 by 2 into 0.1 plus 3 into 0.02 equal to 0.31. Equals to know the focal length of f of the mirror is given by the formula. Focal length mirror and focal length in the relation are u is distance of object and v is the distance of image. Endo I got f the focal length depends on u and v. അപ്പോൾ u v ഇവിടെ വേരിയബിൾസ് ആണ്. അപ്പോൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഈ യുവും വിയും ആദ്യം മെഷർ ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള അതായത് ആ മിററിന്റെ ഫോക്കൽ ലെങ്ത് കാണുന്ന എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ പല പൊസിഷൻസിൽ വെച്ച് നോക്കിയിട്ട് യുവും വിയും മെഷർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ യുവും വിയും മെഷർ ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള എറർ ആണ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ദ ആക്ച്വൽ വാല്യൂ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈക്വൽ എറേഴ്സ് ഓഫ് കെ. ഇപ്പോൾ ഇവിടെ എറേഴ്സ് ഈക്വലി കെ എന്നാണ് എടുത്തിരിക്കുന്നത്. അതായത് ഡി യു ഡി വി ഇത് രണ്ടും കെ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ റിലേറ്റീവ് എറർ ഇൻ ദ ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിലേറ്റീവ് എറർ ആവേണ്ട. റിലേറ്റീവ് എററിൻ്റെ ഫോമിൽ ഡി എഫ് ബൈ എഫ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഡി എഫ് ആദ്യം കാണാം. സോ ഡി എഫ് ഇസ് ഗിവൺ ബൈ ദ ഫോമുല എഫ് ഡിപ്പെൻഡ്സ് ഓൺ യു ആൻഡ് വി അല്ലേ. സോ എഫ് യു ഇൻറ്റു ടി യു പ്ലസ് എഫ് വി ഇൻറ്റു ടി വി ഇതാണ് കണ്ടത്. അപ്പോൾ അതിനാദ്യം എഫ് യു എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു യു ഡോ എഫ് ബൈ ഡോ യു വേണം. അതിന് 2 by f is equal to 1 by v minus 1 by u അല്ലേ. സോ ഡിഫറൻഷ്യേറ്റിംഗ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു യു ചെയ്താൽ ഇവിടെ എഫ് ഡിപ്പെൻഡ്സ് ഓൺ 2 വേരിയബിൾസ് യു ആൻഡ് വി ആണ്. സോ 2 by f ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 2 by f സ്ക്വയർ വരും ഇൻറ്റു ഡോ എഫ് ബൈ ഡോ യു ഇസ് ഈക്വൽ ടു 1 by v കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0 ആയി മൈനസ് പുറത്ത് 1 by യുവിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 by u സ്ക്വയർ. സോ 1 by u സ്ക്വയർ വരും. സോ എഫ് യു ഇസ് ഈക്വൽ ടു എഫ് സ്ക്വയർ അങ്ങോട്ട് പോകും, ഒരു മൈനസും ഉണ്ടാവും. സോ മൈനസ് 1 by 2 ഇൻറ്റു എഫ് സ്ക്വയർ ബൈ യു സ്ക്വയർ ഇതാണ് വരിക. ഇതേപോലെ എഫ് വി ചെയ്താൽ ആകെ ഉണ്ടാകാവുന്ന ചേഞ്ച് റൈറ്റ് സൈഡിൽ നെഗറ്റീവ് ഇല്ല പോസിറ്റീവ് ആയിരിക്കും. സോ 1 by 2 ഇൻറ്റു എഫ് സ്ക്വയർ ബൈ വി സ്ക്വയർ എന്ന് വരും. ശരി, ഇത് രണ്ടും നമ്മളിവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 by 2 എഫ് സ്ക്വയർ ബൈ യു സ്ക്വയർ മൈനസ് 1 by 2 എഫ് സ്ക്വയർ ബൈ യു സ്ക്വയർ പ്ലസ് ഇൻറ്റു ടി യു ഡി യുടെ വാല്യൂ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഏതാ കെ ആണ്. സോ കെ പ്ലസ് 1 by 2 എഫ് സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻറ്റു ടി വി അതും എന്തായി കെ ആയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഫ് സ്ക്വയർ ഉണ്ട്, പിന്നെ കെ ഉണ്ട്, 2 ഉണ്ട്, കെ ഉണ്ട്, 1 by 2 ഉണ്ട്, കെ ഉണ്ട്, എഫ് സ്ക്വയർ ഉണ്ട്. പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി വരിക മൈനസ് 1 by യു സ്ക്വയർ, അല്ലെങ്കിൽ ഓർഡർ മാറ്റി എഴുതി കഴിഞ്ഞാൽ 1 by വി സ്ക്വയർ മൈനസ്
1 by u square. നമുക്ക് വേണ്ടത് റിലേറ്റീവ് എറർ ആണ്. സോ റിലേറ്റീവ് എറർ ഇസ് df by f ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു df by f എന്ന് പറയുമ്പോൾ എഫ് കട്ട് ചെയ്ത് പോകും. സോ k by 2 into f ബാക്കി വരും into 1 by v square minus 1 by u square. Okay, that is equal to almost answer ആയി. k by 2 into f into 1 by v square minus 1 by u square നമുക്ക് 1 by v minus 1 by u into 1 by v plus 1 by u എന്ന് എഴുതാം. So that is equal to k by 2 ഉണ്ട്, f ഉണ്ട്, and 1 by v minus 1 by u നമുക്കറിയാവുന്നത് തന്നിരിക്കുന്ന കണ്ടീഷൻ പ്രകാരം that is 2 by f ആണ്. അപ്പോൾ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ this is 2 by f into 1 by v plus 1 by u എന്ന് വരും. ഈ എഫ് കട്ട് ചെയ്ത് പോയി, 2 കട്ട് ചെയ്ത് പോയി. സോ ബാക്കി വരുന്നത് k into 1 by v plus 1 by u. ഇത് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത് അല്ലേ? യെസ്, ഓക്കെ. ഒരു ചെറിയ പോയിന്റ് ഇവിടെ, ഒരു ഫംഗ്ഷൻ്റെ 2 വേരിയബിൾ ഫംഗ്ഷൻ്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് എഫ് എക്സ് കണ്ടു, എഫ് വൈ കണ്ടു, ഡെറിവേറ്റീവ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ കണ്ടു, അലോങ് എനി ഡയറക്ഷൻ കണ്ടു, ദെൻ ടോട്ടൽ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തു. ഇതൊക്കെയും ഡിഫൈൻ ചെയ്തു. പക്ഷെ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ എന്ന് പറയുന്നത് ഡൊമൈനിലെ എക്സ് നോട്ട് വൈ നോട്ട് എന്നൊരു എക്സ് വൈയിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ ഉണ്ടാവുന്ന ചേഞ്ച് നമുക്ക് ഡെൽറ്റ സെഡ് എന്നൊക്കെ വിളിക്കാം. അപ്പോൾ എക്സ് ഡെൽറ്റ എക്സ് ചേഞ്ച് ചെയ്യുന്നു, വൈ ഡെൽറ്റ വൈ ചേഞ്ച് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ്റെ വാല്യൂവിൽ ഉണ്ടാവുന്ന ചേഞ്ചാണ് ഡെൽറ്റ സെഡ്. അപ്പോൾ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും ടെൻസ് ടു 0 ആവുന്ന സമയത്ത് ഡെൽറ്റ സെഡ് എഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് എഫ് വൈ ഇൻറ്റു ഡെൽറ്റ വൈയിലോട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ സാധാരണ ഡിഫറൻഷ്യബിൾ എന്ന് പറയും. ഇതേപോലെ തന്നെ നമ്മൾ 1 വേരിയബിളിൻ്റെ കേസിലും ഡിഫൈൻ ചെയ്യാറുണ്ട്. സോ ഇവിടെ ഇത്രയും പറയുന്നത് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇഫ് ബോത്ത് എഫ് എക്സ് ആൻഡ് എഫ് വൈ എക്സിസ്റ്റ്. അതുകൊണ്ട് മാത്രമായില്ല, എഫ് എക്സും എഫ് വൈയും എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻഷ്യബിൾ എന്ന് പറയില്ല. ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഡെൽറ്റ സെഡ് ചേഞ്ച് ഇൻ സെഡ്, ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ എഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് എഫ് വൈ ഇൻറ്റു ഡെൽറ്റ വൈയിലോട്ട് ടെൻഡ് ചെയ്യണം ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആൻഡ് ഡെൽറ്റ വൈ ടെൻസ് ടു 0. അപ്പോൾ അതിവിടെ എപ്സിലോൺ 1ഉം എപ്സിലോൺ 2ഉം കൂടെ എടുത്തിട്ട് ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് എഫ് വൈ ഇൻറ്റു ഡെൽറ്റ വൈ പ്ലസ് എപ്സിലോൺ 1 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് എപ്സിലോൺ 2 ഇൻറ്റു ഡെൽറ്റ വൈ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തും കൂടെ വേണം, എപ്സിലോൺ 1ഉം എപ്സിലോൺ 2ഉം ടെൻസ് ടു 0 ആസ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ടെൻസ് ടു 0. അതിൻ്റെ അർത്ഥം ഡെൽറ്റ സെഡ് അപ്രോച്ചസ് ടു എഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് എഫ് വൈ ഇൻറ്റു ഡെൽറ്റ വൈ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടോട്ടൽ ഡെറിവേറ്റീവ് df is equal to fx into dx plus fy into dy എന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് പറയുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഫംഗ്ഷന് ഡിഫറൻഷ്യബിൾ എന്ന് പറയൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 3 പോയിൻറ്റ്സും കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. ആദ്യത്തത് ഇൻക്രിമെൻറ്റ് തിയറം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു ഫംഗ്ഷൻ്റെ കേസിൽ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ എഫ് എക്സും എഫ് വൈയും എക്സിസ്റ്റ് ചെയ്യണം, പിന്നെ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് പറയുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിളാക്കി പറയുന്നു. എഫ് എക്സും എഫ് വൈയും എക്സിസ്റ്റ് ചെയ്യണം, കൂടെ എഫ് എക്സും എഫ് വൈയും എഫും കണ്ടിന്യൂസ് ആണെങ്കിലും, കണ്ടിന്യൂസ് ആയാൽ മതി ഫംഗ്ഷൻ എന്താവാൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ. അതിന് ഇൻക്രിമെൻറ്റ് തിയറം എന്ന് പറയും, പക്ഷേ അതിൻ്റെ പ്രൂഫ് തൽക്കാലം നമുക്കില്ല. രണ്ടാമത്തെ പോയിൻ്റ് ഇതാണ്, 1 വേരിയബിൾ ഫംഗ്ഷൻ്റെ കേസിലൊക്കെ നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. നേരെ തിരിച്ച് കോൺട്രാ പോസിറ്റീവായിട്ട് പറയാം, കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ അല്ല. മൂന്നാമത്തെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അത് ആ എക്സാമ്പിൾ പറയാനുള്ള കാരണം മിക്ക ആളുകളുടെയും കേസിലുള്ള ഡൗട്ടായിരിക്കും, ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ എന്ന് പറയണമെങ്കിൽ എഫ് എക്സും എഫ് വൈയും എക്സിസ്റ്റ് ചെയ്താൽ പോരാ.
ഒന്നുകിൽ എഫ് എക്സും എഫ് വൈയും എക്സിസ്റ്റ് ചെയ്യണം, ഇവർ മൂന്നും കണ്ടിന്യൂസ് ആയിരിക്കണം. അല്ലെങ്കിൽ എഫ് എക്സും എഫ് വൈയും എക്സിസ്റ്റ് ചെയ്യണം, നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻ, ഡിഫറൻഷ്യബിലിറ്റിയുടെ കേസിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇനി പറയുന്ന എക്സാമ്പിൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ is a function which is not continuous, so not differentiable. പക്ഷേ എഫ് എക്സും എഫ് വൈയും രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഫ് എക്സും എഫ് വൈയും എക്സിസ്റ്റ് ചെയ്താലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാത്തതിന് ഒരു എക്സാമ്പിളാണ്. പക്ഷെ അത് പ്രൂഫ് പറയുന്നത് ഒരു നേരെ തിരിഞ്ഞ വഴിയില്ല. ഇവിടെ 0,0ൽ കണ്ടിന്യൂസ് അല്ലാത്തൊരു ഫംഗ്ഷൻ എടുക്കുന്നു, അപ്പോൾ അത് ഡിഫറൻഷ്യബിൾ അല്ല. പക്ഷെ ഇവിടെ രണ്ടും എഫ് എക്സും എഫ് വൈയും രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. So this is an example for a function which is not differentiable, but both fx and fy exist. ശരി, ഇനി ഈ പറഞ്ഞ ഫംഗ്ഷൻ ഒന്നുകൂടി ഒന്ന് നോക്കാം. f of xy is 0 when xy not equal to 0 and 1 when xy equal to 0. എപ്പോഴാണ് xy 0 ആവുക? x 0 ആയാലോ y 0 ആയാലോ. x 0 ആവുക എന്ന് പറഞ്ഞാൽ y ആക്സ്, y 0 ആവുക എന്ന് പറഞ്ഞാൽ x ആക്സ്. അപ്പോൾ x ആക്സിസിലും y ആക്സിലും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നിങ്ങൾ ആ ഗ്രാഫിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എക്സ് ആക്സിലെ പോയിന്റ്സിനും വൈ ആക്സിലെ പോയിന്റ്സിനും ഒക്കെയും ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ് ഹൈറ്റ്, ആൻഡ് ബാക്കിയുള്ള പോയിന്റ്സിലൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ്, കാരണം ബാക്കിയുള്ള പോയിന്റ്സിനൊക്കെ 0 ആണ്. ആ എക്സ് ആക്സിലും വൈ ആക്സിലും കറസ്പോണ്ടിങ് മാത്രമേ ഹൈറ്റ് 1 വരും. സോ ക്ലിയർ ആയിട്ട് ഗ്രാഫ് ഒന്ന് ക്ലിയർ ആണ്. കണ്ടിന്യൂസ് അല്ല, കണ്ടിന്യൂസ് അല്ലെങ്കിൽ അതെന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. ഇനി ക്വസ്റ്റ്യൻ എഫ് എക്സും എഫ് വൈയും എക്സിസ്റ്റ് ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ എഫ് എക്സും എഫ് വൈയും എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് ഡിഫറൻഷ്യബിൾ അല്ലാത്തൊരു ഫംഗ്ഷൻ എക്സാമ്പിളായി. എന്താ എഫ് എക്സ്? എക്സ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. നമ്മൾ ഈ പോയിന്റ് 0,0ലാണ് നോക്കുന്നത്. 0,0 എന്ന് പറയുന്ന പോയിന്റ് എക്സ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ്. എക്സ് 0 ആക്കുക. എക്സ് 0 ആക്കി വൈ വേരി ചെയ്യുന്നു. എഫ് വൈ ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഏത് സ്ട്രെയിറ്റ് ലൈനാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. ദിസ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. വൈ വേരി ചെയ്യുന്നു, എക്സ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു, എക്സ് 0 ആക്കി വെക്കുന്നു, വൈ വേരി ചെയ്യുന്നു. എന്നിട്ട് അതിൽ ഓരോ പോയിന്റിനും സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്താ സ്ലോപ്പ്? സ്ലോപ്പ് 0. ഇതേപോലെ എന്താ എഫ് എക്സ്? വൈ 0 ആക്കി വെക്കുന്നു, എക്സ് വേരി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിൽ ഓരോ പോയിന്റിലും ഫംഗ്ഷൻ്റെ സ്ലോപ്പ് കാണാം, ടാൻജൻ്റ് സ്ലോപ്പ് കാണാം. ടാൻജൻ്റ് സ്ലോപ്പ് കാണുന്ന സമയത്ത് അത് എക്സ് ആക്സിന് പാരലാണ്. സോ സ്ലോപ്പ് 0. സ്ലോപ്പ് 0 മീൻസ് എഫ് എക്സ് 0. എഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എഫ് വൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫംഗ്ഷൻ എന്തല്ല, ഡിഫറൻഷ്യബിൾ.